ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ സ്റ്റഡി ചാനൽ. നമ്മളിന്നിവിടെ ഒരു പുതിയ ലെക്ചർ സീരീസ് ആരംഭിക്കുകയാണ്. എക്കണോമിക്സിനെ ബേസ് ചെയ്തിട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ളതും അതേപോലെ ഇതുവരെ ചോദിച്ചിട്ടുള്ളതുമായ കുറച്ച് ടോപ്പിക്സുകളായിരിക്കും നമ്മൾ ഇനി വരുന്ന കുറച്ച് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം എക്സാമിന് വേണ്ടി, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ എക്കണോമിക്സിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എക്കണോമിക്സിലെ കുറച്ച് ബേസിക് ഫാക്ട്സ്, അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസും അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുമാണ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന രീതിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് ഇറ്റ് സിംപ്ലി മീൻസ് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് വെൽത്ത്. എക്കണോമിക്സിന് പല എക്കണോമിസ്റ്റും പല ഡെഫിനിഷൻസ് നൽകിയിട്ടുണ്ട്, അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, എക്കണോമിക്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എക്കണോമിസ്റ്റുകൾ കൂടിയുണ്ട്. ഓക്കെ, ഫാദർ ഓഫ് എക്കണോമിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആദം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കുണ്ട്, വെൽത്ത് ഓഫ് നേഷൻ. എക്കണോമിക്സിനെ സംബന്ധിച്ചെടുത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. അപ്പം വെൽത്ത് ഓഫ് നേഷൻ എഴുതിയത് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആദം സ്മിത്ത് ആണ് വെൽത്ത് ഓഫ് നേഷൻ എഴുതിയത്, അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ജോൺ എം കീനിസ് ആണ് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആദം സ്മിത്ത് തന്നെയാണ് ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, എന്താണ് ഈ മാക്രോ എക്കണോമിക്സ് എന്നും ഈ മൈക്രോ എക്കണോമിക്സ് എന്നും. മൈക്രോ മീൻസ് ചെറുത് എന്നാണ് മൈക്രോ, ലിറ്ററലി ഇറ്റ് മീൻസ് സ്മോൾ എന്നാണ് മൈക്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസ്, ഹൗസ് ഹോൾഡ്സ്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതിൻ്റെ എല്ലാം എക്കണോമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനശാഖയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെയും ചെറിയ ഫാക്ടറികളുടെയും എല്ലാം അതിനെ ഒരു എക്കണോമി ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനെപ്പറ്റിയുള്ള പഠനം, അതിനെയാണ് മൈക്രോ എക്കണോമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്രോ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് കൺസിഡേഴ്സ് എ ഹോൾ, അതായത് എക്കണോമി ഒന്നിച്ച് കൺസിഡർ ചെയ്ത് അതിനെപ്പറ്റിയുള്ള പഠനശാഖയാണ് മാക്രോ എക്കണോമിക്സ്. അതായത് വലുത് നമ്മുടെ ഇന്ത്യൻ നേഷൻ്റെ, അതായത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു എക്കണോമി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതൊരു മാക്രോ എക്കണോമിക്സ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ജോൺ കെനിസിൻ്റെ ഒരു ഫേമസ് ബുക്കുണ്ട്, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഈ ബുക്കിൽ നിന്നാണ് ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഉരുത്തിരിഞ്ഞത്. അതുകൊണ്ടാണ് ജോൺ എം കെനിസ് മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ്. ഈ ദാദാഭായ് നവറോജി ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കൂടി പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി, ഫാദർ ഓഫ് എക്കണോമിക്സ് ആദം സ്മിത്ത് ആണ്, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ജോൺ എം കെനിസ്, ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആദം സ്മിത്ത്, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. അടുത്തായി നമുക്ക് എക്കണോമിക് സിസ്റ്റത്തെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. ഇന്റർ റിലേഷനെ ബേസ് ചെയ്തിട്ട് എക്കണോമിക് സിസ്റ്റത്തെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഓപ്പൺ എക്കണോമി ആൻഡ് ക്ലോസ്ഡ് എക്കണോമി. ഓപ്പൺ എക്കണോമി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ എക്കണോമി ഇൻ വിച്ച് there are activities between the domestic community and outside. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇമ്പോർട്ടും എക്സ്പോർട്ടും പ്രൊമോട്ട് ചെയ്യുന്ന എക്കണോമിയാണ് ഓപ്പൺ എക്കണോമി എന്ന് പറയുന്നത്. അതായത് ഒരു സെൽഫ് സഫീഷ്യൻ്റ് അല്ലാത്തൊരു കൺട്രി, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പല കൺട്രീസിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഒത്തിരി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പം കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒത്തിരി സ്പൈസസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇമ്പോർട്ടും എക്സ്പോർട്ടും പ്രൊമോട്ട് ചെയ്യുന്ന എക്കണോമിയാണ് ഓപ്പൺ എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും ഓപ്പൺ എക്കണോമിയാണ്. ഇനി ക്ലോസ്ഡ് എക്കണോമിയിലേക്ക് വരുമ്പോൾ, ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുന്ന ഒരു ഐഡിയൽ കേസാണെന്ന് നമുക്ക് പറയാം. ഒരു പെർഫെക്റ്റ്ലി ക്ലോസ്ഡ് എക്കണോമി ആയിട്ടുള്ള ഒരു എക്കണോമി വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രിയും സെൽഫ് സഫീഷ്യൻ്റ് അല്ല. എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് വേണ്ട കാര്യം പല സ്ഥലത്തു നിന്നും അവർക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുന്ന ഒരു ഐഡിയൽ കേസാണെന്ന് പറയാം. ഒരു സെൽഫ് സഫീഷ്യൻ്റ് എക്കണോമിയാണ് ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ദർ ഈസ് നോ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒന്നും പ്രൊമോട്ട് ചെയ്യാത്ത എക്കണോമിയാണ് ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുന്നത്. അതായത് ആ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അവർക്ക് വേണ്ട എല്ലാ കാര്യവും ആ രാജ്യത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പുറത്തു നിന്ന്, അതായത് പുറം രാജ്യങ്ങളിൽ നിന്നൊന്നും തന്നെ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുന്ന ഒരു ഐഡിയൽ കേസാണ്. പ്രാക്ടിക്കൽ കേസിൽ ക്ലോസ്ഡ് എക്കണോമി എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് തന്നെ പറയാം. പക്ഷേ വേൾഡ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം
മോസ്റ്റ് ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുന്ന ബ്രസീലിൻ്റെ എക്കണോമിയാണ്. ലീസ്റ്റ് ഇമ്പോർട്ടും എക്സ്പോർട്ടും നടക്കുന്ന ഒരു കൺട്രിയാണ് ബ്രസീൽ. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ അല്ല, എന്നാലും നമുക്ക് പറയാം മോസ്റ്റ് ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ എക്കണോമിയാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എക്കണോമിക് സിസ്റ്റത്തെ പ്രൊഡക്ഷൻ്റെ ബേസിൽ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. പ്രൊഡക്ഷൻ്റെ ബേസിൽ എക്കണോമിയെ പ്രധാനമായിട്ടും എക്കണോമിക്സിനെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി ആൻഡ് മിക്സഡ് എക്കണോമി. നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ക്യാപിറ്റൽ എക്കണോമി. ക്യാപിറ്റൽ എക്കണോമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ കൺട്രീസ് ട്രേഡ് ഇൻഡസ്ട്രി ആർ കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഓണേഴ്സ് ഫോർ പ്രോഫിറ്റ്. പ്രോഫിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രൈവറ്റ് ഓണേഴ്സ് കൺട്രിയിലെ ട്രേഡ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതിനാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിന് ഇവരുടെ ബിസിനസ്സിലുള്ള ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും, ഇല്ല എന്ന് തന്നെ പറയാം. ആ ടൈപ്പ് ഓഫ് എക്കണോമിയാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഇറ്റ്സ് വർക്ക്സ് ഓൺ ലെസിസ് ഫെയർ സിസ്റ്റം. ഈ ലെസിസ് ഫെയർ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്താണെന്ന് മനസ്സിലാവും. ലെസിസ് ഫെയർ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി വർക്ക് ചെയ്യുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്, ഓർത്തിരിക്കുക. എന്താണ് ഈ ലെസിസ് ഫെയർ അല്ലേ, നിങ്ങൾ ഒരു ഡൗട്ട് തോന്നാം. അതായത് അതൊരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ മീനിങ് ഇതാണ്: ലീവ് അലോൺ ഓർ ടു അലൗ ടു ഡു. അതായത് സ്വന്തമായി ചെയ്യാൻ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് ഇല്ലാത്തപ്പോഴാണ് ഒരു ബിസിനസ് കൂടുതൽ ഡെവലപ്ഡ് ആകുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് നല്ലപോലെ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഈ ലെസി ഫെയർ സിസ്റ്റത്തിൻ്റെ ഒരു സാരാംശം. അതായത് ഗവൺമെൻറ് കൂടുതലായിട്ട് ഇപ്പം ഒരു ഇൻഡസ്ട്രിയുടെ മേൽ ടാക്സ് ചുമത്തുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇൻ്റർഫെയർ ചെയ്യുമ്പോൾ അവരുടെ ക്വാളിറ്റി, അതായത് അവരുടെ പ്രൊഡക്ഷനെ അത് സാരമായി തന്നെ ബാധിക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് ഇല്ലാത്തപ്പോഴായിരിക്കും ഒരു എക്കണോമി ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക എന്നതാണ് ലെസി ഫെയർ സിസ്റ്റത്തിൻ്റെ ഒരു സാരാംശം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്ക് കുറച്ച് ഡ്രോബാക്കും ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഗുണങ്ങളുമുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ പ്രധാന ഗുണങ്ങളെന്ന് പറയാൻ നേരത്തെ അവിടെ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ക്വാളിറ്റി കൂടുതലായിരിക്കും. ഫൈനൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവിടെ കൂടുതലായിരിക്കും. മെയിൻ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് ഗ്യാപ്പ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതായത് വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ലാർജ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതായത് ഇൻഡസ്ട്രി നടത്തുന്ന ഒരാൾ, അതായത് ഓണറിനെ സംബന്ധിച്ച് അയാൾ വീണ്ടും ധനികനായിക്കൊണ്ടിരിക്കും. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എപ്പോഴും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. കാരണം അവിടെ വർക്കേഴ്സിൻ്റെ വെൽഫെയറിലല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അവർ പ്രോഫിറ്റിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്കേഴ്സിൻ്റെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് വളരെ മോശമായിരിക്കും. അതേപോലെ തന്നെ അവരുടെ സാലറി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നതും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇതൊക്കെയാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഡ്രോബാക്സ്. ഇതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് കാറൽ മാർക്സ്, നമുക്കറിയാം ദസ് ക്യാപിറ്റൽ, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നീ ബുക്കുകൾ രചിച്ച കാറൽ മാർക്സ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ അതായത് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഡ്രോബാക്സ് എല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് എക്കണോമി വന്നത്. പക്ഷേ സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് അതിൻ്റേതായ കുറച്ച് ഡ്രോബാക്കുകളുണ്ട്. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ് ആയിരിക്കും ഈ ഒരു കൺട്രിയിലെ ട്രേഡ്സ് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെൻറ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ് ആയിരിക്കും. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ പ്രൈവറ്റ് ഓണേഴ്സ് ആയിരുന്നു കൺട്രോൾ ചെയ്യുന്നത്. അതിന് പകരം സോഷ്യലിസ്റ്റ് എക്കണോമി വരുമ്പോൾ അവിടെ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ പ്രോഫിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെൽഫെയറിനായിരുന്നു. അതായത് നമ്മുടെ തൊഴിലാളികളുടെ വെൽഫെയറിനായിരുന്നു അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതായത് പിന്നെ ഈ നമ്മുടെ വെൽത്തിലുള്ള ഗ്യാപ്പിനെ, അതായത് ഇവരുടെ വെൽത്തിലുള്ള ഗ്യാപ്പിനെ, ഇൻകത്തിലുള്ള ഗ്യാപ്പ് കുറക്കുക, അതിനുവേണ്ടി എല്ലാവർക്കും ഒരു ഓൾമോസ്റ്റ് ഈക്വൽ ഇൻകം പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് മെച്ചപ്പെടുത്തുക എന്നീ ആശയങ്ങളിലായിരുന്നു സോഷ്യലിസ്റ്റ് എക്കണോമി കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളാണ് ചൈന എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യലിസ്റ്റ് എക്കണോമിക്കും ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റിന് ആൻഡ് ഇൻ്റർഫറൻസ്, പ്രൈവറ്റ് ഓണേഴ്സിന് അവിടെ ട്രേഡിങ് നടത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറവാണ്, ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറവാണ്, ഇന്നോവേഷൻസ് കുറവായിരിക്കും, പുതിയ പ്രോഡക്റ്റുകളൊന്നും അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നീ ഡ്രോബാക്കുകൾ സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് ഉണ്ടായിരുന്നു. ഇത് രണ്ടിൻ്റെയും ഡ്രോബാക്സ് ഓവർകം ചെയ്തു വന്നതാണ് മിക്സഡ് എക്കണോമി. അതായത് അവിടെ പ്രൈവറ്റ് ഓണേഴ്സിനും ട്രേഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഗവൺമെൻറ്റിനും ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് ഓഫ് എക്കണോമിയാണ് മിക്സ്ഡ് എക്കണോമി എന്ന് പറയുന്നത്. ആൻ എക്കണോമിക് സിസ്റ്റം കോൺട്രിബ്യൂട്ടിംഗ് പ്രൈവറ്റ് ആൻഡ് സ്റ്റേറ്റ് എൻ്റർപ്രൈസസ്. ഈ രണ്ടും
കമ്പൈൻ ചെയ്തിട്ട് ട്രേഡിങ് നടത്തുന്ന ഒരു എക്കണോമിയാണ് മിക്സ്ഡ് എക്കണോമി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന അതിനൊരു എക്സാമ്പിളാണ്. അത് ഇതിൻ്റെ ക്രിയേറ്റർ, അതായത് മിക്സ്ഡ് എക്കണോമിയുടെ ക്രിയേറ്റർ എന്ന് പറയുന്നത് ജോൺ എം കെയ്നീസ് ആണ്. അതായത് നമുക്ക് നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, മാക്രോ എക്കണോമിക്സിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന ജോൺ എം കെയ്നീസ് ആണ് മിക്സ്ഡ് എക്കണോമി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഈ മിക്സഡ് എക്കണോമിക്ക് എക്സാമ്പിളാണ് USA-യും ഇന്ത്യയും. ഓക്കെ, അപ്പം 3 എക്കണോമി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രൈവറ്റ് ഓണേഴ്സ് ട്രേഡിങ് നടത്തുന്ന ഒരു കൺട്രിയിലെ ട്രേഡ്സ് കൺട്രോൾ ചെയ്യുന്നതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഇനി ഗവൺമെൻറ് ആണ് അവിടുത്തെ ട്രേഡ്സ് എല്ലാം കൺട്രോൾ ചെയ്യുമെങ്കിൽ അത് സോഷ്യലിസ്റ്റ് എക്കണോമി. ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കൺട്രിയിലെ ബിസിനസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ലെസീസ് ഫെയർ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. സോഷ്യലിസ്റ്റ് എക്കണോമി കൊണ്ടുവന്നത് കാറൽ മാർക്സ് ആയിരുന്നു. മിക്സഡ് എക്കണോമിയുടെ ക്രിയേറ്റർ എന്ന് പറയുന്നത് ജോൺ എം കെയ്നീസ് ആണ്. ഓക്കെ, ഇനി ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു UK, UAE, ഓസ്ട്രേലിയ, ഇതെല്ലാം ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ്. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കുറവായിരിക്കും. അതിന് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ എക്സാമ്പിൾ ചൈനയാണ്. അതേപോലെ തന്നെ മിക്സഡ് എക്കണോമി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മിക്സഡ് എക്കണോമിയാണ്. അതേപോലെ USA, ഇതെല്ലാം മിക്സഡ് എക്കണോമിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തായി നമുക്ക് സെക്ടേഴ്സ് ഓഫ് എക്കണോമി നോക്കാം. ഏതൊക്കെ സെക്ടേഴ്സാണ് എക്കണോമിക്കുള്ളതെന്ന്. എക്കണോമിയെ പ്രധാനമായിട്ടും 3 സെക്ടറായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടേഴ്സറി സെക്ടർ. നമുക്കിനി ഓരോ സെക്ടറും എന്താണെന്ന് നോക്കാം. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഉള്ള സെക്ടറാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി സെക്ടറിന് എക്സാമ്പിളാണ് അഗ്രികൾച്ചർ, മൈനിങ്, ഫിഷിംഗ്, എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ. ഇതെല്ലാം പ്രൈമറി സെക്ടറിന് എക്സാമ്പിളാണ്. അതായത് ഡയറക്റ്റ് നമ്മളെന്താ നേച്ചുറൽ റിസോഴ്സിനെ ഈ സെക്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡറി സെക്ടറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി സെക്ടറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നതാണ് സെക്കൻഡറി സെക്ടർ. ഫിനിഷ്ഡ് ഒരു ഗുഡ്സ് പ്രോഡക്റ്റ് ആക്കി മാറ്റുകയാണ്. അതാണ് സെക്കൻഡറി സെക്ടറിൽ നടക്കുന്നത്. അതായത് ടേബിൾ, മൊബൈൽ, ഫുഡ് പ്രോഡക്ട്സ്, ഇതെല്ലാം സെക്കൻഡറി സെക്ടറിന് എക്സാമ്പിളാണ്. അതായത് പ്രൈമറി സെക്ടറിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നത് അതെല്ലാം നമ്മൾ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. ഇതാണ് സെക്കൻഡറി സെക്ടറിൽ നടക്കുന്നത്. ഇനി ടേഴ്സറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി അതൊരു സർവീസ് സെക്ടറാണ്. സർവീസ് സെക്ടറിനെയാണ് നമ്മൾ ടേഴ്സറി സെക്ടർ എന്ന് പറയുന്നത്. അതായത് IT സെക്ടർ, മാനേജ്മെൻറ്റ്, കൺസൾട്ടൻസി സർവീസ്, ഇതെല്ലാം ടേഴ്സറി സെക്ടറിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം എല്ലാം ഈ 3 സെക്ടേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് പ്രൈമറി സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഉള്ളതിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡറി സെക്ടറിൽ പ്രൈമറി സെക്ടറിൽ നിന്ന് എടുക്കുന്ന പ്രോഡക്ട്സിനെല്ലാം നമ്മൾ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നു. ഇതാണ് സെക്കൻഡറി സെക്ടറിൽ നടക്കുന്നത്. ടേഴ്സറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവീസ് സെക്ടറാണ്. ഓക്കെ, അടുത്തത് നമുക്ക് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് നോക്കാം. ആദ്യം ഫസ്റ്റ് വണ്ണാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഒരു സ്പെസിഫിക് ടെറിട്ടറിയിൽ ഒരു സ്പെസിഫിക് പീരീഡിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുക എന്നത് ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ, അതായത് സ്പെസിഫിക് ഇയർ ഒരു ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യൂവിൻ്റെ സമ്മാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ടെറിട്ടറി സ്പെസിഫിക് ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സിൻ്റെയും ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ആകെത്തുകയാണ് നമ്മളെന്ന വാല്യൂവിൻ്റെ ആകെത്തുക. ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP എന്ന് പറയുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബംഗ്ലാദേശി നമ്മുടെ ഇന്ത്യയിൽ വന്ന് കുറച്ച് സമ്പാദിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അയാൾ സമ്പാദിച്ച തുകയും നമ്മളെവിടെയാണ് നമ്മുടെ ഇന്ത്യയുടെ GDPയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു. കാരണം അത് ഇന്ത്യയിലാണ് അദ്ദേഹം ഏൺ ചെയ്തത്. ഓക്കെ, അപ്പം ഇതൊരു ടെറിട്ടറി സ്പെസിഫിക് ആണ്. ഇത് ആരായിക്കോട്ടെ, ആരൊക്കെ ഇന്ത്യയിൽ വന്ന് ഏൺ ചെയ്യുന്നു അത് എല്ലാം നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, അതായത് ഒരു കേരളീയൻ ഗൾഫിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരു മലയാളി ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഏൺ ചെയ്യുന്ന മണി നമ്മൾ ഒരിക്കലും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ആഡ് ചെയ്തില്ല. ഈവൻ ദോ അയാളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ പോലും നമ്മൾ ആ തുക എവിടെയാണ് നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ആഡ് ചെയ്യില്ല. കാരണം അദ്ദേഹം ഏൺ ചെയ്തത് ഇന്ത്യക്ക് വെളിയിലാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ബംഗ്ലാദേശി, അതായത് പുറത്തു നിന്നുള്ള ഒരാൾ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെവിടെയാണ് നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. ഇതിൽ നിന്ന് ക്ലിയർ ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ടെറിട്ടറി സ്പെസിഫിക് ആണ്. ഇപ്പം നമ്മളിവിടെ എടുത്ത കേസിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടെറിട്ടറി, അവിടെ എന്തൊക്കെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊക്കെ സർവീസ്, ഇതിൻ്റെ എല്ലാം ഫൈനൽ വാല്യൂ
ഈ ടോട്ടൽ വാല്യൂ ഇതിനെയാണ് നമ്മളെന്ന് പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. GDP എന്ന് പറയുന്നത് ഒരു ടെറിട്ടറി സ്പെസിഫിക് ആണ്, അതുകൂടി ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക് എന്താണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ NDP എന്ന് നോക്കാം. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് GDP ആണ് അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിരുന്നു. അത് ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? NDP അഥവാ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ലഭിക്കും. ഈ ഡിപ്രീസിയേഷൻ മീൻസ് വിയർ ആൻഡ് ടിയർ എന്നാണ് ഡിപ്രീസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് മേടിക്കാമെന്ന് വിചാരിക്കുക. ഒരു 1.5 ലക്ഷം രൂപ കൊടുത്ത് ഒരു ബൈക്ക് മേടിക്കുന്നു. ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ അതൊരു ആദ്യം മേടിക്കുമ്പോൾ അതൊരു ഫിനിഷ്ഡ് ഒരു ഫൈനൽ ഗുഡ്സ് പ്രോഡക്റ്റ് ആണ്. ഇനി നമ്മളൊരു 1.5 വർഷം കഴിഞ്ഞ് അത് വിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും 1.5 ലക്ഷം രൂപ ലഭിക്കാൻ പോകുന്നില്ല. അതിൻ്റെ കാലാധിക്യം മൂലം അതിൻ്റെ വില കുറയുന്നു. ഹാർഡ്ലി നമുക്കൊരു 1 lakh ആണ് ലഭിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 50,000 രൂപ എന്ന് പറയുന്ന അവിടുത്തെ വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ആണ്. അത് കുറഞ്ഞിട്ടുള്ള പൈസ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് NDPയുടെയും ഒരു കോൺസെപ്റ്റ്. അതായത് NDP എന്ന് പറയുന്നത് നമ്മുടെ GDPയിൽ നിന്ന്, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ലഭിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP ആയിരുന്നു. ഇത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ is the value of goods and service produced by the people of a country in a given year. ഇത് ടെറിട്ടറി സ്പെസിഫിക് അല്ല, നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസ് എല്ലാവരുടെയും ഏണിങ്സ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ലഭിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് GDPയുടെ കൂട്ടത്തിൽ, അതായത് GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി വാല്യൂ ഓഫ് എവറിത്തിങ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ഇന്ത്യ, അതിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ വിദേശത്ത് നിന്ന് ഇന്ത്യക്കാർ ഏൺ ചെയ്യുന്ന പൈസ, അതായത് ഇൻകം ഫ്രം എബ്രോഡ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻകം ടു എബ്രോഡ്, വിദേശത്തേക്ക് ഇന്ത്യയിൽ നിന്ന്, അതായത് വിദേശീയർ വന്ന് ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന പൈസ കുറക്കുക. ഇങ്ങനെയാണ് നമുക്ക് GNP കിട്ടുന്നത്. സിംപ്ലി ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇതാണ്. ഒരു ഇന്ത്യക്കാരൻ, അതായത് ഒരു മലയാളി ഒരു ഗൾഫിൽ പോയി വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അയാൾ അവിടെ ഏൺ ചെയ്യുന്ന പൈസ നമ്മൾ എന്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും? GNPയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. കാരണം അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാൾ ഏൺ ചെയ്യുന്ന പൈസ നമ്മുടെ GNPയുടെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യും. അതേപോലെ ഇപ്പോൾ ഒരു IPL കളിക്കാൻ വേണ്ടി ഒരാൾ ക്രിസ് ഗെയിൽ ഇന്ത്യയിൽ വന്ന് ഇപ്പോൾ IPL കളിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ക്രിസ് ഗെയിൽ IPLൽ നിന്ന് ഏൺ ചെയ്യുന്ന മണി അത് ഒരിക്കലും നമ്മുടെ GNPയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യത്തില്ല. നമ്മുടെ GNPയിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതൊരു വിദേശത്തുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ല. ആ പൈസ ഇന്ത്യയിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ പൈസ ലഭിച്ചതെങ്കിലും അത് ഇന്ത്യയിലല്ല ഉപയോഗിക്കപ്പെടുന്നത്. അത് അദ്ദേഹം വേറൊരു സിറ്റിസണാണ്, വേറൊരു കൺട്രിയിലെ സിറ്റിസണാണ്. അതുകൊണ്ട് നമ്മൾ ആ ഇൻകം ഇവിടെ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം അബ്രോഡ് നമ്മൾ ആഡ് ചെയ്യുന്നു, ഇൻകം ടു അബ്രോഡ് നമ്മൾ ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് GNP കിട്ടുന്നത്. GNP ഇസ് ഈക്വൽ ടു GDP പ്ലസ് NFIA. NFIA എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. നെറ്റ് ഫാക്ടർ ഫ്രം ഇൻകം ഫ്രം അബ്രോഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ഇൻകം ടു അബ്രോഡ്. ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ പറയുന്ന നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. GDP എന്ന് പറയുന്നത് ഒരു ടെറിട്ടറി സ്പെസിഫിക് ആണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഡൊമസ്റ്റിക് അതായത് ഒരു ടെറിട്ടറി സ്പെസിഫിക് ആണ്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ആകെ തുകയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. പക്ഷേ GNP അങ്ങനെയല്ല. ഇത് നമ്മുടെ ഇന്ത്യൻ നാഷണൽസ് എവിടെ, അതായത് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഏൺ ചെയ്യുന്ന പൈസയാണെങ്കിലും അതെന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ GNPയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. ഇന്ത്യക്കാരനല്ലാത്ത, അതായത് ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾ ഏൺ ചെയ്യുന്ന, അത് ഇന്ത്യയിൽ കൂടി ആയിക്കോട്ടെ, ഇന്ത്യയിൽ ഏൺ ചെയ്താലും നമ്മുടെ GNPയുടെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ NNP. നമ്മൾ GDP ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ NDP പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് NNPയുടെ കാര്യം. അതായത് GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? NNP ലഭിക്കും. അതായത് GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് NNP അഥവാ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നു. അടുത്താണ് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരാൾക്ക്, ഇന്ത്യയിൽ ഒരാൾക്ക് ആവറേജ്
ആവറേജ് എത്ര ഇൻകം ലഭിക്കുന്നു എന്നുള്ളതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അതായത് ആകെ ഇന്ത്യയുടെ ഇൻകം കാണുന്നു, നാഷണൽ ഇൻകം കാണുന്നു, അതിനെ നമ്മുടെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ പെർ ക്യാപിറ്റ ഇൻകം, ഒരാൾക്ക് ആവറേജ് എത്ര ഇൻകം ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ത്യയിലെ ധനികന്മാരായിട്ടുള്ള അംബാനിനെ പോലുള്ള ആൾക്കാരുടെ ഇൻകവും വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെയും പിച്ചക്കാരുടെയും സാലറി എന്താ എല്ലാം കൂടി ഒന്നിച്ച് ആഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്താ നമ്മുടെ ആകെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് എന്ത് ലഭിക്കുന്നു, ഒരാൾക്ക് ആവറേജ് എത്ര രൂപ ഇൻകം വെച്ച് ലഭിക്കുന്നു. അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സിറ്റിസണിനും ഈക്വൽ ആണ്. അതായത് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഒരാൾക്കും ഒരു പിച്ചക്കാരനും പെർ ക്യാപിറ്റ ഇൻകം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും എന്താ സെയിം ആയിരിക്കും. ഒരു നേഷൻ്റെ കാര്യം എടുക്കുമ്പോൾ രണ്ടുപേർക്കും സെയിം ആയിരിക്കും. ഇതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കുന്നത് നാഷണൽ ഇൻകത്തെ നമ്മളെന്താ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. ഇനി അടുത്തതാണ് പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകം സിമ്പിളാണ്, നമ്മുടെ ഒരാൾക്ക് ലഭിക്കുന്ന ഇൻകം അത്രയേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ എന്താ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഇൻകം, ഇതിനെയാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. പേഴ്സണൽ ഇൻകം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മളൊരു സംഭാവന, അതായത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഒരു സംഭാവന കൊടുക്കേണ്ടതുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്താ ടാക്സസ് എന്ന് പറയുന്നത്. ടാക്സ്, ഡയറക്റ്റ് ടാക്സ്, നമ്മൾ ഇൻകം ടാക്സ് പോലുള്ള ടാക്സുകൾ എന്താ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതുണ്ട്. ഈ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്പോസിബിൾ ഇൻകം കിട്ടും. ഇപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ടാക്സ്, ഡയറക്റ്റ് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്ക് എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം. അടുത്തത് നമുക്ക് നാഷണൽ ഇൻകം എങ്ങനെയൊക്കെ മെഷർ ചെയ്യാൻ നോക്കാം. നാഷണൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്തിലെ എല്ലാ സിറ്റിസണിനും ലഭിക്കുന്ന വരുമാനം, അതിൻ്റെ ആകെ തുകയാണ് നമ്മളെന്ന് പറയുന്ന നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ നാഷണൽ ഇൻകം മെഷർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത് നോക്കാം. പ്രധാനമായിട്ട് 3 മെത്തേഡിലാണ് നമ്മൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നമുക്ക് ഓരോ മെത്തേഡും എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ മെത്തേഡും പേര് സൂചിപ്പിക്കുന്ന പോലെയാണ്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ആകെ തുക വഴി നമ്മൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യാമെന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ എന്താ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ആകെ തുക വഴി നമ്മൾ ഇൻകം മെഷർ ചെയ്യുക, നാഷണൽ ഇൻകം മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പ്രോഡക്റ്റ് മെത്തേഡിൽ നാഷണൽ ഇൻകം മെഷർ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം മെത്തേഡാണ്. ഇതും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആ രാജ്യത്തിലെ ആളുകൾക്കെല്ലാം ലഭിച്ചിട്ടുള്ള എന്താ വരുമാനം ആഡ് ചെയ്ത് നമ്മൾ എന്താ നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നു. ഇതാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്തിലുള്ള ആൾക്കാർ ആകെ ചിലവഴിച്ചിട്ടുള്ള തുക കണക്കാക്കുന്നു. ഇതുവഴി നമ്മൾ എന്താ നാഷണൽ ഇൻകം മെഷർ ചെയ്യുകയാണ്. ഇങ്ങനെ മെഷർ ചെയ്യുന്നതിനാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 മെത്തേഡും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രോഡക്റ്റ് മെത്തേഡിൽ എന്താ ആകെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സം എടുക്കുന്നു. ഇൻകം മെത്തേഡിൽ ആ രാജ്യത്തിലെ സിറ്റിസണിന് ലഭിച്ചിട്ടുള്ള ഇൻകം എല്ലാം കൂടി ഇൻകത്തിൻ്റെ സമ്മ് കാണുന്നു. എക്സ്പെൻഡിച്ചർ മെത്തേഡിലാണെങ്കിൽ ആ രാജ്യത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആളുകൾ, അവിടുത്തെ സിറ്റിസൺ ചിലവഴിച്ചിട്ടുള്ള പണത്തിൻ്റെ ആകെ തുക കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയാണ് 3 മെത്തേഡിലും നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. നമുക്കടുത്തായിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തെ പറ്റി നോക്കാം. ഇന്ത്യയുടെ നാഷണൽ ഇൻകം നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി 3 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പ്രോഡക്റ്റ് മെത്തേഡും ഇൻകം മെത്തേഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യ നോർമലി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത് ദാദാബായ് നവറോജി ആയിരുന്നു. 1867-68 കാലഘട്ടത്തിൽ ആയിരുന്നു അദ്ദേഹം നമ്മുടെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. ഇത് അദ്ദേഹത്തിൻ്റെ ബുക്കായ പോവർട്ടി ആൻഡ് അൺബിട്രീഷ്ഡ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം സ്പെസിഫൈ ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു സയൻറ്റിഫിക് അറ്റംപ്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സയൻറ്റിഫിക് അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് VKRV റാവു ആണ് ആദ്യമായിട്ട് സയൻറ്റിഫിക്കലി നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയത്. 1931-32 കാലഘട്ടത്തിലായിരുന്നു VKRV റാവു നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒഫീഷ്യലി ആദ്യമായിട്ട് നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് പ്രൊഫസർ PC മഹലനോബിസ് ആയിരുന്നു. 1948-49 കാലഘട്ടത്തിലാണ് PC മഹലനോബിസ് ഒഫീഷ്യൽ അറ്റംപ്റ്റ് നടത്തിയത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഇന്ത്യയുടെ നാഷണൽ ഇൻകം ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. അതുകൂടി ഓർത്തിരിക്കുക, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പ്രോഡക്റ്റ് മെത്തേഡും ഇൻകം മെത്തേഡും യൂസ് ചെയ്തിട്ടാണ് ഇന്ത്യ
ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാദാബായ് നവറോജിയാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. എങ്കിലും ഫസ്റ്റ് സയൻറ്റിഫിക് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് VKRV റാവു ആണ് ആദ്യത്തെ സയൻറ്റിഫിക് അറ്റംപ്റ്റ്. PC മഹലനോബിസ് ആയിരുന്നു ആദ്യമായിട്ട് ഒഫീഷ്യൽ അറ്റംപ്റ്റ് എന്ന് പറയുന്ന PC മഹലനോബിസിൻ്റെയാണ്. നാഷണൽ ഇൻകം ഇന്ത്യയിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് എന്ന ടോപ്പിക്കിൽ ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ് ആയിരുന്നു നമ്മൾ ഇന്ന് എടുത്തത്. അതായത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.